തോറ്റാൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എംപിമാർ മത്സരിക്കേണ്ടെന്ന തീരുമാനമെടുത്തത് ഹൈക്കമാൻഡാണ്. CPIM BJP ഡീൽ പൊളിഞ്ഞത് UDFന്റെ ഇടപെടൽ കൊണ്ടാണ്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുമായുള്ള പ്രത്യേക അഭിമുഖത്തിലാണ് വി ഡി സതീശന്റെ പ്രതികരണം. UDFന് തിളക്കമാർന്ന വിജയം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ അഭിമുഖത്തിലാണ് വി ഡി സതീശന്റെ പ്രതികരണം. CPIM BJP ഡീൽ പൊളിഞ്ഞത് UDFന്റെ ഇടപെടൽ കൊണ്ടാണ്. UDF പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും UDFനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ? നിങ്ങളെ കാട് കയറ്റാൻ വേണ്ടി പല ആൾക്കാരും കണക്കൂട്ടിയിരിക്കുക. ഡീല് തന്നെ ഇങ്ങനെ കത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അത് മാറിയല്ലോ. ഞങ്ങൾ ആ ഡീല് പുറത്തു കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ അഡ്വാൻറ്റേജ് ആ ഡീൽ ഇനി നടക്കില്ല. അതില് BJPയുടെയും CPMന്റെയും അണികൾ അതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തി. കെ സുധാകരനുമായി സഹോദര ബന്ധമാണ്. എംപിമാർ മത്സരിക്കുന്നതിൽ തീരുമാനമെടുത്തത് ഹൈക്കമാൻഡ്. ഞാൻ അന്നും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമെന്നും സീറ്റ് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഇത് രണ്ടും എനിക്കറിയില്ല. അദ്ദേഹം എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഇടാ നമ്മൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടോ? അപ്പൊ എന്റെ അനിയനെ പോലെയാണ് എന്നോട്. നമ്മൾ ഇതുവരെ പിണങ്ങിയിട്ടില്ല. പിണങ്ങാനുള്ള ഒരു അവസരം നിങ്ങളും ഉണ്ടാക്കിയിട്ടില്ല, ഞാനും ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, നീ പറയുന്ന എല്ലാം ഞാൻ ചെയ്തു തന്നിട്ടില്ലേ? ഞാൻ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന എല്ലാ കാര്യം നീ ചെയ്തു തന്നിട്ടില്ലേ? ഉണ്ട്. പിന്നെ എന്താണ് ആളുകൾ ഇങ്ങനെ പറയണത്? കേരളത്തിൽ ഇപ്പോൾ LDFന്റെ പ്രചാരണ പരിപാടികളിലെല്ലാം നമ്മൾ കാണുന്ന ഫ്ലക്സുകളെല്ലാം ഒറ്റയാള് പിണറായി വിജയനാണ്. അദ്ദേഹമാണ് ക്യാപ്റ്റൻ. UDFന് അങ്ങനെ ഒരു ക്യാപ്റ്റൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. UDF മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ല. കളക്റ്റീവ് ലീഡർഷിപ്പാണ് മുന്നണിക്കുള്ളത്. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭ ഏറ്റവും മോശം ടീമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത് KC വേണുഗോപാലാണ്. BJPയെ ഭയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ ഗുഡ് ലിസ്റ്റിൽ കയറാനാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. പിണറായി വിജയനെതിരായിട്ടുള്ള CBI കൊടുത്തേക്കുന്ന SNC ലാവ്ലിൻ കേസ് 40-ലധികം പ്രാവശ്യമാണ് മാറ്റിവെച്ചത്. എല്ലാ പ്രാവശ്യവും CBI ഹാജരാകാതെ ചോദിച്ചു മാറ്റുവാണ്. സെറ്റിൽമെന്റ് ആണ്. മാസപ്പടി കേസ് എങ്ങോട്ട് പോയി? SIO അന്വേഷണം ഇവിടേക്കോ പോയി. അദ്ദേഹത്തിന്റെ മകനെതിരായിട്ട് ED ഒരു സമൻസ് അയച്ചു. ഒരു പിടി ആർക്കുമില്ല. പുനർജനി പദ്ധതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടത് താനാണ്. തെളിവില്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയതാണ്. കേസ് CBIക്ക് വിടട്ടെയെന്നും വി ഡി സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.